രാഗീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഗോതമ്പ് പൊടിയും പൂളക്കിഴങ്ങും കൊണ്ട് ഒരു പുട്ടുണ്ടാക്കിയാലോ. അതിനായി പൂളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൂളക്കിഴങ്ങിൻ്റെ പൊടിയിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 കയ്യിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കട്ട കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ട് അതിലോട്ട് നന്നായി ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതൊന്നുകൂടി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടി കണ്ടോ, പുട്ടിൻ്റെ അതേ നനവിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പാടുള്ളൂ. ഇതിൽ കൂടുതൽ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ അത് ശരിയാവില്ല. ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കാം. അതിന് മുകളിലായി ഗോതമ്പ് പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലായി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് അടച്ച് നമ്മൾക്ക് അത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുട്ട് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കണേ. ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി പറയണേ. ഒരു ലൈക്കും ഒരു ഷെയറും തരണേ എനിക്ക്. ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തണേ. പുട്ടും പഴവും നന്നായിരിക്കും. താങ്ക് യു.